വയനാട് MP പ്രിയങ്ക ഗാന്ധി മണ്ഡല പര്യടനം തുടരുകയാണ്. മാനന്തവാടിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഇന്നത്തെ ആദ്യ റോഡ് ഷോ അത് ആരംഭിച്ചിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പ്രേക്ഷകർ ഇപ്പോൾ പോകുന്നത്. മാനന്തവാടിയിലാണ് ഇന്നത്തെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡല പര്യടനം നടക്കുന്നത്. ഇന്നലെയും അവർ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവരുടെ അവസാന ദിനമാണ്. അങ്ങനെ 2 ദിവസത്തെ പര്യടനത്തിന് ശേഷമാകും അവർ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോവുക. ഒട്ടേറെ കാര്യങ്ങൾ വയനാടുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഉന്നയിക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനം ഉരുൾപൊട്ടൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം വളരെ വിശദമായി തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നത് അവർ വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ വോട്ടേഴ്സിന് നന്ദി പറയുകയാണ് വയനാട് MP പ്രിയങ്ക ഗാന്ധി. അവരുടെ മണ്ഡല പര്യടനം അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒട്ടേറെ പ്രവർത്തകർ അവരുടെ റോഡ് ഷോയിൽ അകമ്പടിയായി ഉണ്ട്. ബലൂണുകളും പതാകകളും ഒക്കെ പറത്തി മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രവർത്തകരുടെ പ്രകടനമാണ് ഈ റോഡ് ഷോയ്ക്കൊപ്പം തന്നെ കാണാൻ കഴിയുന്നത്. മാനന്തവാടിയിലാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ റോഡ് ഷോ നടക്കുന്നത്. ഇന്ന് അവർ ഈ പരിപാടികൾക്ക് ശേഷം അവർ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായി. ഷഹദ്, മണ്ഡല പര്യടനം ഇന്നിപ്പോൾ മാനന്തവാടിയിലാണ്. കൂടാതെ കൽപ്പറ്റയിലും ബത്തേരിയിലും ഒക്കെ അവർക്ക് പരിപാടികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? അനുജ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാനന്തവാടിയിലാണ്. ഇവിടെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഇന്നത്തെ ആദ്യത്തെ റോഡ് ഷോ ആരംഭിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടർമാരോട് നന്ദി പറയുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവരുടെ മണ്ഡലമായിട്ടുള്ള വയനാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാവിലെയാണ് വയനാട്ട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി എത്തിയിട്ടുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിയും കൂടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ വിവിധ ഇടങ്ങളിൽ ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും ഇവിടെയുള്ള നാട്ടുകാരെയും അതുപോലെ തന്നെ പ്രവർത്തകരെയും ഒക്കെ തന്നെ അഭിവാദ്യം ചെയ്യുകയും അവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇന്നത്തെ പര്യടനം അല്ലെങ്കിൽ ഇന്നത്തെ പ്രവർത്തകരെ അല്ലെങ്കിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട നന്ദി അറിയിക്കുന്ന പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യഘട്ടമായിട്ട് ഇന്ന് മാനന്തവാടിയിലാണ് പരിപാടി തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ റോഡ് ഷോ ആയിട്ടാണ് പ്രിയങ്ക ഗാന്ധി ഈ മാനന്തവാടിയിൽ പരിപാടി പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധി ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഡൽഹിയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ മണ്ഡലത്തിൽ പര്യടനം നടത്തി അല്ലെങ്കിൽ പ്രവർത്തകരെയും അതുപോലെ തന്നെ നാട്ടുകാരെയും വോട്ടർമാരെയും നേരിട്ട് കണ്ട നന്ദി അറിയിച്ചതിന് ശേഷം പിന്നീട് ഡൽഹിയിലേക്ക് തിരിച്ചു പോകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രചാരണ ഘട്ടത്തിൽ നമ്മൾ പ്രവർത്തകരിലും അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരിലും എത്രത്തോളം ആവേശം കണ്ടുവോ അതിനേക്കാൾ 10 മടങ്ങ് ആവേശമാണ് ഇന്ന് ഓരോ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരുടെയും വോട്ടർമാരുടെയും ഒക്കെ തന്നെ മനസ്സുകളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ആഹ്ലാദ പ്രകടനമൊക്കെ നമുക്ക് കാണാൻ. കാരണം രാവിലെ 10 മണിയോടുകൂടി തന്നെ ഇവിടെ ഈ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് സ്വീകരണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് റോഡ് ഷോ ആരംഭിച്ചിട്ടുള്ളത്. പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ ഈ വാദ്യമേളങ്ങളുടെ അകമ്പടിയിലും ഡാൻസ് കളിച്ചും പാട്ടുപാടിയും മധുരം വിതരണം ചെയ്തും ഒക്കെ തന്നെ പ്രിയങ്ക ഗാന്ധി MP-യെ അവരവരുടെ മണ്ഡലത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇതാ മാനന്തവാടി നഗരത്തിലൂടെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുകയാണ്. അവർ കാറിലിരുന്ന് ഇങ്ങനെ മറ്റുള്ള പുറത്തുള്ള അല്ലെങ്കിൽ വോട്ടർമാരെ കണ്ട് അഭിവാദ്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ നമുക്കറിയാം ഇന്നലത്തെ അവരുടെ പ്രസംഗം എന്ന് പറയുന്നത് ഇവിടെയുള്ള വയനാട്ടുകാരുടെ മലയാളത്തിൽ പ്രസംഗം ആരംഭിക്കുകയും അതുപോലെ തന്നെ മലയാളത്തിൽ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാതൃകയാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പിന്തുടർന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് മാനന്തവാടി നഗരത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയേറിയിട്ടുള്ള ഒരു കാഴ്ച എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ താൻ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പോരാടും
എന്നൊരു കാര്യമാണ് ഇന്നലത്തെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് രാത്രികാല യാത്രാ നിരോധനം, അതുപോലെ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം, അതുപോലെ തന്നെ ചൂരൽമല മുണ്ടയ്ക്ക് ദുരിതബാധിതർക്ക് വേണ്ട അല്ലെങ്കിൽ അവർക്ക് നേടിക്കൊടുക്കേണ്ട അവകാശങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നും ഇനിയുള്ള ദിവസങ്ങളിൽ അതിനുള്ള പോരാട്ടമാണ് നടത്തുക എന്നുള്ളതും പ്രിയങ്ക ഗാന്ധി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്നത്തെ ഈ പ്രസംഗത്തിൽ, ഇന്നത്തെ ഈ പരിപാടിയിൽ പ്രിയങ്ക ഗാന്ധി എന്തൊക്കെയാണ് ഇവിടെയുള്ള വോട്ടർമാരോട് പറയുക, അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളോട്, പ്രവർത്തകരോട് പറയുക എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കണ്ടതിനേക്കാൾ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം. കാരണം അന്ന് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തക എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരി എന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് ഈ നാട്ടുകാർക്ക്, വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി MP ആണ്, അവരുടെ സ്വന്തം MP ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ഓരോ ഇടങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ നഗരത്തിൽ ഒന്നാകെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മാനന്തവാടി നഗരത്തിലാണ്, മാനന്തവാടി നഗരത്തിൽ ഒന്നാകെ പ്രവർത്തകരെ കൊണ്ട് മൂടിയിരിക്കുന്നു. അത്രയധികം ആളുകൾ, ജനബാഹുല്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അക്ഷരാർത്ഥത്തിൽ ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഈ വിജയം ആഘോഷമാക്കാനായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. 4 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചു കയറിയത്. പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നെങ്കിലും, അതായത് പോളിംഗ് ശതമാനം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഈ വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ വാഹനത്തിന് മുകളിൽ ആളുകളോട് കൈവീശി ആളുകളോട് നന്ദി പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. നല്ല നീല ചുരിദാർ അണിഞ്ഞ് മലയാളി മങ്കയ്ക്ക് സമാനമായ കാഴ്ചയായിരുന്നു ഇന്നലെ. മലയാളി മങ്ക എന്ന രീതിയിൽ, അതായത് സാരിയൊക്കെ എടുത്ത് നല്ല കസവും കൊണ്ടെടുത്തായിരുന്നു പ്രിയങ്ക ഗാന്ധി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് നീല ചുരിദാറിൽ ഇപ്പോൾ ഇവിടെയുള്ള ആളുകളോട് കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഈ വേദിക്കരികിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ കാണാം. വലിയ രീതിയിൽ ജനപങ്കാളിത്തമുണ്ട്, വലിയ രീതിയിലുള്ള മാനന്തവാടിയിലാണ് ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി വോട്ടേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആദ്യ പൊതുപരിപാടിയുള്ളത്. റോഡ് ഷോയാണ്, അത് പുരോഗമിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. 2 ദിവസം അവർ മണ്ഡലത്തിൽ വന്ന് വോട്ടേഴ്സിന് നന്ദി പറയുകയാണ് MP ആയി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം.